ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മുടെ ടിറക്സിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പകുതി വരെ വന്നായിരുന്നു. പിന്നെ നമ്മളെ കൊല്ലാതെ ഒരു ഭാഗ്യം, എന്തോ ഭാഗ്യം എന്ന് വെച്ചാൽ അതുപോലെ ഭാഗ്യം. ഏതോ പാല് വെച്ചടിക്കുന്ന സാധനം നമ്മളെ കൊന്നില്ല. ആദ്യമേ രണ്ടടി അടിച്ചു. പിന്നെ നമ്മൾ കരയുന്ന കാലൊക്കെ പിടിച്ച് കെഞ്ചുകൊണ്ടാകും വെറുതെ ഇട്ട് നമ്മളതുകൊണ്ട് ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രോത്ത് പകുതിയേനും ആക്കണം. ടിറക്സിനെ ഗ്രോത്ത് ആക്കാൻ ഇതുപോലെ പാടുള്ള വേറെ ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഈ കാണുന്ന ഡൈനോസറുകളെല്ലാം നമ്മളിപ്പം ടിറക്സ് ആണെങ്കിൽ നമ്മളെ വന്ന് കൊല്ലും ഗൈസ്. അമ്മമാർക്ക് അതെന്താണെന്ന് അറിയുന്നില്ല, മനസ്സുഖമായിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ J2 കണ്ട് ചെന്നാൽ നമുക്ക് ഇച്ചിരി ഫുഡും കുറച്ച് വെള്ളവും കിട്ടും. അത് ഇത് കളിക്കുന്നവർക്കറിയാം. എന്ന് വെച്ചാൽ അതൊരു സീക്രട്ട് സ്ഥലമാണ്. അവിടെ പോയാൽ വെള്ളവും കിട്ടും, ഫുഡും കിട്ടും. അപ്പം ഗ്രോത്ത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അവിടെ ചിലപ്പോഴൊക്കെ വലിയ ഡൈനോസർ കാണും, ചിലപ്പം ഗിഗാനോടോറസ്, സ്പൈനോസോറസ്, അങ്ങനെ ചിലവന്മാരൊക്കെ കാണും നമ്മളെപ്പോലെ ഗ്രോത്ത് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോകണം ഗൈസ്, അല്ലാതെ ഇവിടെ നിന്ന് നിന്നിട്ട് രക്ഷയില്ല. ഇവന്മാർ കൊന്നൊരു പരുവാക്കും നമ്മളെ. അതെനിക്കറിയാം. സ്പൈനോസോറസ്, സ്പൈനോസോറസ് അത് നമ്മളെ കാണല്ലേ ഗൈസ്. അപ്പം എന്തുവാ നിങ്ങളെല്ലാം ചിലവർ പറയുന്നുണ്ട് സ്പൈനോസോറസിനെ വെച്ച് കളി, ഗിഗായെ വെച്ച് കളി. ഇവിടെ കളിക്കണമെന്നുണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ കയ്യിലില്ല. ആകെ ടിറക്സ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ടിറക്സും മുതലേ ഉണ്ട്, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ള മറ്റേ കോയിൻ കൊടുത്ത് മേടിക്കുന്നത് അവന്മാരൊക്കെയുള്ളൂ, അല്ലാതെ മൊത്തം ഒന്നുമില്ല. പിന്നെ പാത്ത് ഓഫ് ടൈറ്റൻ കളിക്കണമുണ്ട്, പക്ഷേ പാത്ത് ഓഫ് ടൈറ്റനോ അതാണോ? ഏതോ ഒരു ഗെയിമുണ്ട് കഴിച്ചു, ഒരു ഡിനോസറിൻ്റെ തന്നെ. പക്ഷേ അത് ലോഗിൻ ചെയ്യാൻ കുറച്ച് പ്രശ്നമുണ്ട്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് കളിക്കണമെന്നുണ്ട്. നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ട് തന്നെ ഇപ്പം പോകാൻ ഗൈസ്, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നിന്നാൽ ശരിയാവത്തില്ല. വള്ളിയാണ്. അപ്പം നമുക്ക് അവിടെ ചെല്ലിട്ടായിരുന്നേ ഗൈസ്. ഇതാണ് സ്ഥലം, J7 ആണ് ഗൈസ്. അപ്പം അവിടെ ഒരു റാപ്റ്ററും ഇപ്പോൾ ഉണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ഒരു ഫുഡും കിട്ടി, ഇപ്പം അതും കടിച്ചു പിടിച്ചോണ്ടായിരുന്നേ. നമ്മൾ വന്ന സമയം തന്നെ രാത്രിയായി. ഇപ്പം ഇവിടെ വേറെ വലിയ ഡൈനോസറൊന്നും കാണുന്നില്ല. ഇവന്മാരടിക്കത്തില്ലായിരിക്കും. നമ്മളെ അടിക്കത്തില്ലായിരിക്കും ചിലപ്പോൾ. ഇവന്മാർക്ക് നമ്മളെ പേടിയായിരിക്കും, ആറ പിള്ളേരെ വരുന്നത്. അപ്പം അവിടെ പോയി അവിടെ ഫുഡും ഉണ്ട്. കണ്ടോ, ഇവന്മാർ ഫുഡ് ശേഖരിച്ചുകൊണ്ടിരിക്കും. മറ്റേ ഫുഡ് കടിച്ചെടുത്ത് ഇവന്മാരും ഗ്രോത്താക്കാൻ വേണ്ടി വന്നിരിക്കും കള്ളന്മാർ. അപ്പം ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇതൊക്കെ അറിയാമായിരിക്കും മാക്സിമം. ഈ ഗെയിം കളിക്കുന്നവർക്ക് പകുതി പേർക്ക് ഈ സ്ഥലം അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഇതൊരു സീക്രട്ട് സ്ഥലമാണ്. ഇവിടെ ഫുഡും കിട്ടും, ഫുഡ് എപ്പോഴും സ്പോൺ ആയിക്കൊണ്ടിരിക്കും, പിന്നെ വെള്ളവും കിട്ടും. അത് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ചത്. അപ്പം ഇവിടെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്ക് ഇച്ചിരി മാറാൻ ഗൈസ്. ഇവിടെ നിൽക്കേണ്ട, ഇവന്മാരുടെ അടുത്ത് ഇച്ചിരി ലോങ് നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഡൈനോസർ വന്നു കഴിഞ്ഞാൽ നമ്മളെ അമ്മമാർ കാച്ചും. അതിനെക്കാട്ടും നല്ല നമുക്ക് കുറച്ച് ലോങ്ങിൽ പോയി കിടക്കുന്നേ. അപ്പോൾ ആവശ്യത്തിന് വരുമ്പോൾ ഇവിടെ വന്ന് ഫുഡും കിട്ടും, പിന്നെ എന്താണെങ്കിലും ഇവിടെ വന്ന് എടുക്കാമല്ലോ. ഇവന്മാരാണെങ്കിൽ ഇവന്മാർ മാറിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇച്ചിരി മാറി നിൽക്കാം ഗൈസ്, ഇച്ചിരി ലോങ്. അവിടെ ഒരു കടലുണ്ട്, ആ കടലിൻ്റെ ഭാഗത്ത് പോയി നിൽക്കാം. ഇതാണെങ്കിൽ ചിലപ്പം ജിഗാനയോ സ്പൈനോയോ ആരെങ്കിലുമൊക്കെ ഗ്രോത്ത് കൂട്ടാൻ വന്നെങ്കിൽ അത് മാത്രമല്ല, ടിറക്സ് തന്നെ വന്നാൽ മതി. വേറെ അവന്മാരുണ്ട് ടിറക്സ്, അവന്മാർ ഏതാണ്ടൊക്കെ ചോദിക്കും. അത് ചൈനയിലായിരിക്കും ചോദിക്കുന്നത്. അതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളെ അമ്മ തട്ടും. എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ടിറക്സിനെ വരെ എനിക്കിപ്പോൾ പേടിയായി. ഞാൻ ടിറക്സായിട്ട് കളിക്കും, എന്നിട്ടും എനിക്ക് പേടിയായി. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും കിടക്കാം. ഇവിടെ കുറച്ച് നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിടക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ രാത്രി ആയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് കുറച്ചേ കുറഞ്ഞുള്ളൂ, അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ ആരാണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. ആരാ? ടിറക്സാണോ? നമ്മളെ കടിക്കാൻ വരുവാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇച്ചിരി എണ്ണിച്ചേക്കാം. ഗിഗാനോടോറസ്, അവൻ നമ്മളെ പേടിച്ചാന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ഫ്രണ്ട് ഇട്ടേക്കാം. അവനിടുവോ? ഓക്കെ ഗീസ്, അവന് ഇത് തന്നെ ഗ്രോത്ത് കൂട്ടാണ്. എനിക്കറിയാം. കണ്ടോ ഞാൻ പറഞ്ഞു തന്നെ ഇല്ലേ, കറക്റ്റ് വന്ന്. അതുകൊണ്ട് ഇവൻ അപ്പുറത്ത് മാറി കിടക്കട്ടെ. അതാ നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് ഇതാവത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല, എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ വരും ഗൈസ്. നമുക്ക് ഇതെന്തോ യൂട്യൂബൊക്കെ കയറുന്നു. ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ കിടന്നൊന്ന് കുറച്ച് നേരം ഉറങ്ങി നമ്മുടെ ഇതിനെ വലുതാക്കണം ഗൈസ്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം വേണ്ട ഇവിടെ ഒരുത്തൻ വന്ന്. ഇവൻ ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇവൻ എന്തോ ചോദിച്ചെന്നോട്, എനിക്കറിയത്തില്ല. കണ്ടോ ഇതെന്തോ ഇവൻ ചോദിക്കുന്ന ഗൈസ്? ചൈനയാണല്ലോ, എനിക്കറിയത്തില്ല. വാട്ട് ക്യാൻ യു ടെൽ മീ? എന്തു വാട്ട്? അപ്പം അവനെന്തു പറയും? ഇംഗ്ലീഷ്. ഞാൻ എന്തിനും ഇവിടെ കിടന്ന് പറയാം, അവന് കേൾക്കത്തില്ലല്ലോ ഗൈസ്. ഇവനൊന്നും പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ക്യാൻ യു ടെൽ മീ ഇംഗ്ലീഷ്? പിന്നെയും ചൈന. ഓക്കെ ഗൈസ്, നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു നോക്കാം. ഇംഗ്ലീഷ് ഓക്കെ, ഇതടിച്ചു നോക്കാം. ഇവനെന്തോ ഇങ്ങനെയൊക്കെ എന്തൊരു ഇവൻ ഇങ്ങനെ ഓടുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ?
ഈ ജാതിയൊക്കെ ഞാൻ ഓടിയൊക്കെ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഗ്രോത്തിന് ഫുള്ളാക്കണം ഗൈസ്. ഈ ഗ്രോത്ത് കൂടാനാണ് ഇതിൻ്റെ പാടി. ടിറക്സിന് 1 മണിക്കൂർ എങ്ങാണ്ടാന്ന് തോന്നുന്നു സമയം ഗൈസ്. എൻ്റെ ജിഗാനോട്ടോർസൊക്കെ പോയോ ഗൈസ്? അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂര്യനാണോ ചന്ദ്രനാണോ അവിടുന്ന് നോക്കി ഇത്ര ഫുഡാടേ. ഈ ചന്ദ്രനാണോ സൂര്യനാണോ ഗൈസ്? നല്ല വ്യൂ ഉണ്ട് കണ്ടോ. ഏതാ? സൂര്യൻ. ഓ മോനെ പോളി, നല്ല രസമുണ്ട് കേട്ടോ, നല്ല വ്യൂ. നമുക്കിവിടെ കിടന്നൊന്ന് അലയ്ക്കാം. ഇത് മതി, അലയ്ക്കോ. എൻ്റെ മോനെ കൊള്ളാമല്ലേ. ഇതിൻ്റെ വായൊക്കെ കൊണ്ട് ഇൻട്രൊഡക്ഷൻ്റെ. നമുക്ക് മേപ്പോട്ട് നോക്കി അലിച്ചാലോ. എന്തൊക്കെയാണ് അല്ല. ജിഗയ്ക്ക് ഭ്രാന്തായോ? ജിഗ കിടന്ന് തന്നെ കിടന്ന് കറങ്ങുന്നു ഗൈസ്. നമുക്ക് അമ്മമാരെ പേടിച്ച് ഉമ്മമാരെ അങ്ങോട്ട് അലറിക്കൊണ്ട് പോയാലോ. എൻ്റെ ഇവന്മാർ നമ്മൾ കൂട്ടായിട്ട് നമ്മളെ കടിച്ചാലോ. വേണ്ട, വെറുതെ എന്തിനാ. നമ്മുടെ ഗ്രോത്ത് ഇത്ര ആയതേ ഉള്ളൂ. നമ്മുടെ ഗ്രോത്ത് ഒന്ന് കൂടിയാ. ഇവൻ്റെ സൈസ് കൊണ്ട് ഇവൻ്റെ ഇനി കുറച്ചുകൂടെ ആകുമ്പോൾ നമ്മുടെ തടിയൻ ടിറക്സ് ആവും ഗൈസ്. തടിയൻ ടിറക്സ് ഒന്നുകൂടെ നമുക്ക് അലച്ചുകൊണ്ട് എന്തായാലും പോവാം ഗൈസ്. എൻ്റെ മോനെ, ഇവൻ്റെ സൗണ്ട് കേട്ടോ പോളിയേ. ഇവിടെ കുറച്ച് ഫുഡുണ്ട്. ഇവനിപ്പം പോവും. അതുകൊണ്ട് പോകുന്നടാ. എടാ ഞങ്ങളെ പേടിക്കണ്ടല്ല, ഞങ്ങൾ ഇന്നെ ഒന്നും ചെയ്യത്തില്ല. കുറച്ച് ഫുഡുണ്ട്, നമുക്ക് അത് കഴിച്ചിട്ട് പോകാം. ഇവൻ നമ്മളെ പിടിച്ചാണോ പോകുന്നത്? ഇവന്മാരെല്ലാം ചൈന ഗൈസ്. ഈ ചൈന അല്ലാതെ വേറെ ഏതെങ്കിലും സർവറിൻ്റെ കോഡൊന്ന് പറഞ്ഞു തരാമോ? എനിക്കറിയത്തില്ല എൻ്റെ കോഡൊന്നും. ഇതുകൊണ്ട് പോകുന്നു. നമുക്ക് അതിൻ്റെ സൈഡിൽ കൊണ്ട് തരുമ്പോൾ ബ്രോ ഞാൻ പോകുകയാണ് ബ്രോ, ബൈ. നമുക്ക് ഇതുവരെ തന്നെ പോകാം. നമ്മുടെ ഗ്രോത്ത് ഒന്നും ആയില്ല ഗൈസ്. ഗ്രോത്തിനെയും അഡൽറ്റ് ആവാൻ ഇനി രണ്ട് സ്റ്റേജ് കൂടെ ഉണ്ട്. അതോടും കഴിഞ്ഞാൽ നമ്മൾ ആരാ മോനെ, നമ്മൾ മെയിൻ ടെറക്സ് ആയിരിക്കും. ഇപ്പം നമ്മൾ കുഞ്ഞു കുട്ടിയാണ് ഗൈസ്. അപ്പം എൻ്റെ എൻ്റെ വീട്ടിൽ നമുക്കില്ല അവിടെ പോയാലോ ഫൈറ്റ് ചെയ്യാൻ? H4 പോയാലോ? അവിടെ ഫുൾ ഫൈറ്റ് ആയിരിക്കും. H4 അടുത്താണല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് H4 പോയി നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ 6ലാണ്, J6. ഇപ്പം H4 നമുക്ക് പോകാം ഗൈസ്. എൻ്റെ മോനെ, ഇവിടെ ഒന്നും ആരും ഇല്ലേ ബ്രോ? ഹലോ. ഇതെന്ത് പറയാം, ഇറക്കമാണോ? അതേത് ഡൈനോസർ? ഗിഗാനോട്ടോർസ്. നമ്മുടെ കൂട്ടുകാരനല്ല, മുമ്പ് പരിചയപ്പെട്ട. അവനവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു. അവനെ കടിക്കുന്ന ആരാണ്ട്? നീ തീർന്നടാ മോനെ, ഞങ്ങളുടെ ഫ്രണ്ടിനെ കടിക്കുന്നു. കാലുഞ്ഞേ. ഇല്ല ഗൈസ്, മാറാ. നീ വാടാ, കടിയാടാ. ഇതെന്തു കടിക്കാനോ? ഒരു കടി കൊടുത്തിട്ടുണ്ട്. കടി നിന്നെ തീർത്തറന്നായി. അവൻ്റെ എല്ലും പിടിച്ചിട്ടുണ്ട് ഗൈസ്. അയ്യോ കിട്ടുന്നേ എന്ത് കടിയുന്നത്? ഗിഗ കടി. അവനെ ഓടിക്കാൻ വേണ്ട. പല്ലിയുടെ കൂട്ടിരിക്കുന്ന സാധനം. കടി ഗിഗ കടിച്ചോ. ഏടാ മോനെ, നീ ആരോടാ കൊടിക്കാൻ തുടങ്ങി? ഞങ്ങളുടെ ഫ്രണ്ടിനെ കടിക്കുന്നു. ഗിഗയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഗിഗയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. എന്ത് കിട്ടി? അയ്യോ. ഒന്ന് ഗിഗയ്ക്ക് കിട്ടുന്നു. ഗിഗ കടക്കല്ലേ കാട്ടി. ഗിഗയ്ക്ക് കടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മാറി മോനെ, ഞാൻ കടിച്ചോളാം. മാറി ഗിഗയുടെ കാല് ഞാൻ ഓടിച്ചോ. അവൻ്റെ പാലെടുത്ത് മാറ്റുമോ? അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഫ്രണ്ടിനെ കടിക്കുന്നോടാ നായി. അവൻ കിടക്കുന്നതൊക്കെ കണ്ടു. ഇജാതിയൊക്കെ കിടക്കുന്നതൊക്കെ ഉണ്ട്. നമ്മുടെ ഹെൽത്ത് ഒന്ന് കൂടെ ടൈസുണ്ട്. കിടക്കുന്നതൊക്കെ ഉണ്ട്. ഇജാതി. നമുക്ക് കുറച്ച് ഹെൽത്ത് കൂട്ടിയിട്ട് ഗിഗേ നീ പേടിക്കേണ്ടതാ. ഞാനിപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ നിന്നെ ആര് തൊടാൻ? അവൻ എന്നെ തൊട്ടിട്ട് വേണം നിന്നെ തൊടാൻ. അപ്പം നമ്മുടെ ഹെൽത്ത് എല്ലാം കൂടിയിട്ടുണ്ട്. നമുക്ക് ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ പൂരം ഫൈറ്റാന്ന് തോന്നുന്നു കേട്ടോ. നോക്കില്ല, അവിടെ പോയി നോക്കാം കേട്ടോ. അവിടെ എത്ര എണ്ണം അവിടെ ഉള്ളത്? സിറ്റ് നോട്ട് കൂൾ ബ്രോ. അപ്പുറത്തോട്ട് പോകണോ? അങ്ങോട്ട് പോയാൽ നമുക്ക് കിട്ടും. ഇപ്പം തന്നെ അടി മേടിച്ച് ചാവുന്നു. കുറച്ച് വെള്ളം കുടി. ഞാനും കേൾക്കെ ഒരുമിച്ച് വെള്ളം കുടിക്കുന്നു. വേടാ മോനെ, ഈ വെള്ളത്തിൽ എൻ്റെ ക്ലിയറാ. ഈ വെള്ളത്തിനാണ് ഇവൻ പൊങ്ങി വന്നത്. ആ സാധനം ഇപ്പം കടിക്കാൻ വന്നവൻ. വെള്ളത്തിലൊക്കെ നിൽക്കാൻ പറ്റുമോ അതിന്? ഗൈസ് നമുക്ക് പൂമ്പാറ്റയൊക്കെ പറക്കുന്നു. നമുക്ക് ആ H4 പോയി നോക്കാം. എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ എത്ര ഫുഡാണ് കിടക്കുന്നത്? ഡാർക്ക്. അയ്യോ എത്ര എണ്ണം അവിടെ. ഷിറ്റ്. കണ്ട് ഓട്. അയ്യോ അവന്മാർ കണ്ടിട്ടുണ്ട്. ആരണ്ട് എന്നെ കണ്ട്. കൊമ്പുള്ള സാധനം കണ്ട് അവൻ വന്ന് കൊത്തിക്കൊല്ലോ. എനിക്ക് വയ്യ. വേണ്ട ഒരെണ്ണം പോകുന്നു. നിൽക്കോ. അതിനെ കുഞ്ഞത് ഓടിക്കുന്നു. പുറേനുണ്ടോ? ഇവന് സ്പീഡില്ലേ ടിറക്സിന്, അതാ മെയിൻ പ്രശ്നം. എടാ കടി കിട്ടല്ലേ. ഓക്കെ ഗൈസ്, ആ ഗിഗ എന്ത് ചെയ്യണോ? നമുക്ക് ആ ഭാഗത്ത് എന്തെങ്കിലും സേഫായിട്ട് പോകാം ഗൈസ്, അല്ലാതെ ഒരു രക്ഷയില്ല. ഈ വെള്ളം നല്ല തണുപ്പുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. നല്ല തണുക്കുന്ന കാലൊക്കെ.
ഓ മോനെ നമ്മൾ സ്ലോ മോഷന് നടക്കുന്ന എടാ ഒന്ന് നമ്മുടെ ഗ്രോത്ത് എത്ര ഉണ്ട്? ഗ്രോത്ത് ഇത്ര ആയതേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഗ്രോത്ത് ഇത്ര ആയുള്ളൂ ഗൈസ്. അപ്പം എൻ്റെ ഫുൾ ഗ്രോത്തിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.